glorious moments. എബ്രായ ലേഖനം 12 പറയുന്നുണ്ടല്ലോ, സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭ. അതാരാന്നൊന്ന് പറയാമോ? ഈ സഭ, ഈ ആദ്യജാതന്മാർ അതിനകത്ത് കയറി പറ്റാനാണോ? ഇത്രയും സഭയിലൊന്നും പോയത് പോലെ ആദ്യജാതൻ സഭയെ കൂടാനാണ്. സ്വർഗത്തിൽ പേരെഴുതിക്കുന്ന ആദ്യജാതന്മാരുടെ ചർച്ച് ഓഫ് ഫസ്റ്റ് ബോൺ. അപ്പൊ ഫറവോൻ കൊന്ന പിള്ളേരാണോ? എനിക്കൊരു സംശയം. ഫറവോൻ കൊന്ന പിള്ളേരെ ഇതിനവിടെ കൊണ്ടുവെക്കുന്നത്. അത് നമുക്ക് ഈ പല ജന്മങ്ങളുണ്ട്. ഇപ്പൊ ഒരു ജന്മം കഴിയുമ്പോൾ ഈ സോള് പോയിട്ട് അടുത്ത ജന്മം എടുക്കുകയാണ്, പിന്നെ ആ സോള് പോയിട്ട് അടുത്ത ജന്മം എടുക്കുകയാണ്. അപ്പൊ അങ്ങനെ പല ജന്മങ്ങൾ സൈക്കിളുകളിൽ പൊക്കോണ്ടിരിക്കുന്ന സോളുകള് സ്വർഗത്തിൽ ഇങ്ങനെ ഇരിക്കും. മനസ്സിലായോ? ഓക്കെ. എന്നാൽ ഇതുവരെ ജനിക്കാത്ത സോളുകൾ, ഫസ്റ്റ് ഊഴം കാത്തിരിക്കുന്ന സോളുകളുടെ കൂട്ടത്തിനെയാണ് ആദിജാതന്മാരുടെ സഭ എന്ന് പറയുന്നതാണ് യഹൂദന്മാരുടെ ഇടയിലെ വിശ്വാസം. ഇത് യഹൂദന്മാർക്ക് എഴുതിയ ലേഖനമാണ് എബ്രായ ലേഖനം. നമ്മുടെ ക്രിസ്ത്യാനികളുടെ ഒരു സഭയിൽ അങ്ങനെ ഒരു വിശ്വാസം ഇല്ല. ക്രിസ്ത്യാനികളായ യഹൂദന്മാരല്ലേ? അതെ. അപ്പൊ ക്രിസ്ത്യാനികളുടെ ഇടയിൽ അങ്ങനെ ഒരു വിശ്വാസം ഇല്ല. ക്രിസ്ത്യ സഭയിലൊന്നും ഒരു വിശ്വാസം ഇല്ല. അതുകൊണ്ട് ഈ അനാവശ്യ കാര്യങ്ങളൊന്നും തിരക്കരുതെന്ന് ഈ പറയുന്നേ. അതിനകത്തൊന്നും തന്നെ അമ്മാമയ്ക്കൊന്നും അതിനകത്ത് അംഗത്വം കിട്ടത്തില്ല. ഓൾറെഡി ജനിച്ചു പോയില്ലേ. ഇനി ആ സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കളുടെ ഗണമുണ്ട്. അവിടെ എങ്ങാൻ കയറി പറ്റാൻ നോക്കും. എങ്ങും കയറി പറ്റാനുള്ള യോഗ്യത ഇല്ല എനിക്ക്. യോഗ്യത ഇല്ലാത്ത നമ്മുടെ ഏറ്റവും വലിയ യോഗ്യത. அதாவது வெளிப்பாடு 22 ஆபியும் மணவாட்டியும் வா என்கிறார்கள், கேட்க வா என்பானாக. தாகமா இருக்கிறவன் வரக்கிழவன், விருப்பம் உள்ளவன் ஜீவத்த நீரை இலவசமாய் வாங்கி கொள்ளவன். അപ്പൊ ഇത് ഒരു ഫൈനലായിട്ട് ഒരു രക്ഷ ഉണ്ടോ? ഇല്ല, അതൊരു കണ്ടിന്യൂസ് ഇൻവിറ്റേഷൻ ആണ്. തുടർമാനമായി നമ്മളെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഇല്ല, ഒരു സെക്കൻഡ് കമ്മിങ് പറഞ്ഞ അതിന് ശേഷമുള്ള ഒരു വേർഡല്ലേ ഇത്? സെക്കൻഡ് കമ്മിങ് എന്ന് ഉദ്ദേശിക്കുന്ന അവിടെ വെളിപ്പാട് പുസ്തകത്തിൽ ഈ ദൈവാലയം നശിപ്പിക്കുകയാണ് വെളിപ്പാട് പുസ്തകം പറയുന്നത്. അത് AD 70 കഴിഞ്ഞു പോയത് വെളിപ്പാട് പുസ്തകത്തിലെ സംഭവമല്ല. എല്ലാം കഴിഞ്ഞാലേ? ശരി ശരി ശരി. അപ്പൊ ആ ഇൻവിറ്റേഷൻ ഇപ്പൊ ഉള്ളതാ, ഇപ്പൊ ഉള്ള ഇൻവിറ്റേഷൻ. ശരി ശരി. പിന്നെ ഒരു ചോദ്യം ഫാസ്റ്റ്. അതായത് ഫാസ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി. ഇപ്പൊ സ്പിരിറ്റ് വന്ന് വൺ സ്പിരിറ്റ്, അത് കണ്ടിന്യൂസ് ഇൻവിറ്റേഷൻ എന്ന് പറയുന്നത് എന്നതാ തമിഴിൽ പറയുന്നത്? തൊട്രാസിയാന അലപ്പെന്നോ? തുടർച്ചയാണ് അളയിപ്പ്. തുടർച്ചയാണ് അളയിപ്പ്. തുടർച്ചയായി കിട്ടുന്ന ക്ഷണം, കണ്ടിന്യൂസ്. പിന്നെ അന്ന് പാസ്റ്റർ പറഞ്ഞ പോലെ സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി നമുക്കുണ്ട്. സ്പിരിറ്റ് വന്ന് വൺ സ്പിരിറ്റ് ആണ്, സോൾ ആൻഡ് ബോഡി നമുക്കുണ്ട്. അപ്പോ അങ്ങനെ ഇരിക്കുമ്പോ എല്ലാ മനുഷ്യർക്കും ഒരു സ്പിരിറ്റ് എന്ന് പറഞ്ഞായിരുന്നേ. ഇപ്പോ രക്ഷയില് വരാത്തവർക്കും മറ്റേ 800 കോടി ജനമും ദൈവത്തിന്റെ സാദൃശ്യത്തില് അവരുടെ ഇമേജിലാണ് ഉണ്ടായത്. കമ്പ്യൂട്ടർ ഒക്കെ ഉപയോഗിച്ച് പരിചയം? ഇല്ല 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 ഇല്ല. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഈ ഫോണുണ്ടോ? ഫോണുണ്ട്. അപ്പൊ ഈ ഫോണില് നമുക്ക് ഈ ഫോണിന്റെ അകത്തൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണിന്റെ ബുദ്ധി, ഫോണ് നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങൾ ചെയ്യുകയും അതിനകത്ത് ഫോട്ടോ സൂക്ഷിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഫോണിന്റെ കാണാൻ പറ്റുന്ന ഒരു ഭാഗമില്ലേ നമ്മുടെ കൈ പിടിക്കുന്നേ? അതെ അതെ അതെ. അതിനെയാണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. ഫോണിന്റെ കാണാൻ പറ്റാത്ത സംഗതിയാണ് സോഫ്റ്റ്വെയർ. അകത്തുള്ളത് നമുക്ക് കാണത്തില്ല. ഫങ്ഷൻസ്, ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സോഫ്റ്റ്വെയറാണ്. അപ്പൊ ഈ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ കാണുന്നത് ഹാർഡ്വെയറും കാണാത്ത സോഫ്റ്റ്വെയറും. അതുപോലെ മനുഷ്യന് ദേഹവും ദേഹിയുണ്ട്. ദേഹം എന്ന് പറഞ്ഞാൽ കാണുന്നത്, ദേഹി എന്ന് പറഞ്ഞാൽ കിട്ടിയോ? അതെ അതെ. അപ്പൊ ദേഹവും ദേഹി ഉണ്ടെന്ന് മനസ്സിലായോ? അതെ അതെ, അത് മനസ്സിലായി. ഈ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ ഉള്ള ഫോണിലോട്ട് ഇന്റർനെറ്റ് കണക്ഷൻ വരും. നെറ്റ് കിട്ടുന്നില്ല എന്ന് പറയുന്നില്ലേ? മ്യൂട്ടാണ്, അൺമ്യൂട്ട് ചെയ്യും. ഈ നെറ്റ് കിട്ടുന്നില്ല എന്ന് പറയുന്നില്ലേ? അതെ 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 അതെ. അപ്പൊ ഇടയ്ക്ക് പിന്നെ നെറ്റ് വരികയല്ലേ? അതെ അതെ അതെ. അപ്പൊ നെറ്റുമായിട്ട് അതാണ് സ്പിരിറ്റ്. കിട്ടിയോ? 2-ാം അധ്യായത്തിൽ അതിലുണ്ട്. അല്ല, ഇത് പറഞ്ഞു തരട്ടെ. അപ്പൊ ഈ ലോകത്ത് ഇന്റർനെറ്റ് എത്രയെണ്ണം ഉണ്ടെന്ന് അറിയോ? ഒരേ ഇന്റർനെറ്റ്. മറ്റേ ഇന്റർനെറ്റ് എല്ലാവരും ഒരേ നെറ്റിലാണ്.
അപ്പം നിനക്ക് നെറ്റ് കിട്ടുന്നുണ്ടോ, എനിക്ക് നെറ്റ് കിട്ടുന്നുണ്ടോ, നിന്റെ ഫോണിൽ നെറ്റ് ഉണ്ടോ, എന്റെ ഫോണിൽ നെറ്റ് ഉണ്ടോ, ഇതെല്ലാം ഓരോ ഫോണിനും വ്യത്യസ്തമായിരിക്കും. പക്ഷെ നെറ്റ് ഒന്നേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ആത്മാവ് ഒന്നേ ഉള്ളൂ. ഓ, നെറ്റിന് പൈസ അടച്ചവർക്ക് മാത്രമേ നെറ്റ് കിട്ടത്തുള്ളൂ. അതായത് നെറ്റ് ഒന്നേ ഉള്ളൂ. ഈ നെറ്റിനോട് കണക്ഷൻ എല്ലാവർക്കും കാണണമെന്നില്ല. അതെ, അതാണ്. അപ്പൊ ഈ ലോകത്തിലുള്ള അമ്പാടുമുള്ള മനുഷ്യർ ആ കണക്ഷനെ എങ്ങനെ ക്രൈസ്റ്റ് വഴിയാലേ റിസീവ് ചെയ്യാൻ പറ്റും? ആ ക്രൈസ്റ്റിലൂടെ പറ്റും, അല്ലാതെ പറ്റും. അല്ലാതെ പറ്റുമോ? ക്രിസ്തു എന്ന് പറയുന്നത് ഒരു യേശു ക്രിസ്തു. ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ നെറ്റ് ഉള്ളവരെ വിളിക്കുന്ന പേരാണ് ക്രൈസ്റ്റ്. ഈ നെറ്റുമായിട്ട് ആര് കണക്ട് ആവുന്ന ഒരു ക്രൈസ്റ്റാ. അത് ശരി. കണക്ട് ആകാത്തവർ ക്രൈസ്റ്റ് അല്ല, അവൻ ക്രൈസ്റ്റ് അല്ല. അപ്പൊ പാസ്റ്റർ ഇപ്പം നെറ്റിയുടെ കണക്ഷൻ ആണെങ്കിൽ സന്താനരാജ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തു ആയിരുന്നു, അത് യേശു ക്രിസ്തു. മറ്റുള്ളവർക്ക് മൃഗതുല്യമാണ് അല്ലെ? മറ്റുള്ളവർ മൃഗതുല്യരാണ്. ഇത് കണക്ഷൻ എന്ന് പറഞ്ഞാൽ നെറ്റിലാണ് നമ്മൾ കണക്ട് ആകുന്നത്. അപ്പൊ എനിക്കൊരു ആത്മാവും പാസ്റ്റർക്ക് വേറൊരു ആത്മാവും ഇല്ല. കണക്ട് ആണെങ്കിൽ ഒറ്റ ആത്മാവിലാണ് കണക്ട് ആകുന്നത്. ശരി. അപ്പൊ 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തില് എഴുതിയിട്ടുണ്ട്, 9-ാം വചനം, எழுதியிருக்கிறபடி தேவன் தம்மில் அன்பு கூறுவர்களுக்கு ஆயத்தம் பண்ணினவைகளை கண் காணவும் இல்லை, காது கேட்கவும் இல்லை, அவைகள் மனுஷனுடைய இதயத்தில் தோன்றவும் இல்லை. நமக்கோ தேவன் அவைகளை தமது ஆவியினாலே வெளிப்படுத்தினார். அந்த ஆவியானவர் எல்லாவற்றையும் தேவனுடைய ஆழங்களையும் ஆராய்ந்திருக்கிறார். மனுஷனில் உள்ள ஆவியன்றி மனுஷரில் எவன் மனுஷனுக்குரியவனை அறிவான்? அப்படி போல தேவனுடைய ஆவியன்றி ஒருவனும் தேவனுக்குரியவனை அறிய மாட்டான். நாங்களோ உலகத்தின் ஆவியை பெறாமல் தேவனால் எங்களுக்கு அருளப்பட்ட அறியும்படி தேவனது புறப்பட்ட ஆவியை பெற்றிருக்கிறோம். அப்போ മനുഷ്യനുடைய ആവിന്ന് ഒന്നതിൽ എഴുതിയിരിക്കുന്നല്ലോ, മനുഷ്യന്റെ സ്പിരിറ്റ് 2:11. എനിക്കറിയാം. അതായത് തമിഴിൽ വന്ന് ആവിന്ന് പറയും, മലയാളത്തില് വന്ന് ആത്മാട് പറയും. കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് ഇപ്പോ പാസ്റ്റർ ഇപ്പൊ എവിടെയാ താമസിക്കുന്നത്? പാസ്റ്റർക്ക് ഭൂമിയുണ്ടോ? ഭൂമി, ചർച്ചിന്റെ വകയായിട്ട് ഭൂമിയുണ്ട്. ഇപ്പൊ ചർച്ചിന്റെ ഭൂമിയുള്ളത്. നമുക്ക് എത്ര ഭൂമിയുണ്ട്? ആകെ ഒറ്റ ഭൂമിയേ ഉള്ളൂ. പിന്നെ എങ്ങനെ ചർച്ചിന് ഭൂമി വന്നേ? മനസ്സിലായോ? അതാണ് മനുഷ്യന്റെ ആത്മാവെന്ന് പറയുന്നത്. അതാണ് മനുഷ്യന്റെ ആത്മാവ്. അപ്പൊ ആ മനുഷ്യന്റെ ആത്മാവും ദൈവത്തിന്റെ ആത്മാവ്. മനുഷ്യന്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ. ഇപ്പൊ പാസ്റ്ററുടെ ഭൂമി എന്ന് പറഞ്ഞാൽ പാസ്റ്റർ കൊത്തിക്കളയ്ക്കുന്ന ഭൂമി, പാസ്റ്റർ കൃഷി ചെയ്യുന്ന ഭൂമി. പക്ഷെ ഭൂമി ഒന്നേ ഉള്ളൂ. അപ്പൊ അതിലെ മനുഷ്യവും ദൈവത്തിന്റെ ആത്മാവ് പറയുന്നുണ്ടല്ലേ? ഭൂമി മുഴുവൻ ദൈവത്തിന്റെ ആണെന്ന് നമ്മൾ പറയത്തില്ലേ? അപ്പൊ തന്നെ കറിയായിക്കും ചെറുക്കാനും സന്താനരാജനും അലക്സാണ്ടറും ഒക്കെ ഭൂമി ഉണ്ടെന്നും പറയത്തില്ലേ? അപ്പൊ എത്ര ഭൂമിയുണ്ട്? ഒറ്റ ഭൂമിയേ ഉള്ളൂ. അതുപോലെ ജഡം എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം അല്ലേ? ജഡം സ്പിരിറ്റ് ആകുമ്പോ ജഡത്തിൽ, അതായത് റോമറിൽ പറയുമ്പോ അതെ, മോസ്റ്റ് ഓഫ് ദ ടൈം നമുക്ക് ജഡം എന്ന് പറയുന്നത് ന്യായപ്രമാണം എന്ന് മനസ്സിലാക്കും. ജഡം എന്നതിന്റെ പദത്തിന്റെ അർത്ഥം, അതായത് എറ്റിമോളജിക്കൽ മീനിങ് അല്ല. ജഡം ആത്മീക അർത്ഥമാണ് ന്യായപ്രമാണം നമ്മൾ മനസ്സിലാക്കുന്നതാണ്. വെറും ജഡം എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം നല്ല അർത്ഥം. ഗലാത്യർ 5 പറയുമ്പോ ജഡീക നിയമങ്ങൾ എന്ന് പറയുന്നത് ന്യായപ്രമാണമാണ്. ഓക്കെ, താങ്ക് യു. ഗ്ലോറിയസ് മൊമെന്റ്സ് കണ്ടതിന് നന്ദി.